കൃഷ്ണാസ് എനിക്കടുത്താണ്. ഞാനിന്ന് ഡേ മൈ ലൈഫാണ്. ഞാൻ അടുത്ത് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടാണ്. ഞാൻ വീഡിയോ ഇട്ട് പോവാണ്. നമുക്ക് ആദ്യം ഞാൻ മേക്കപ്പ് ചെയ്യണം. അപ്പം അതിന് നമുക്ക് പൗഡർ ഇടാം. പൗഡർ ബാ കയ്യിൽ പൗഡർ വെക്കാം. എടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ഞാൻ റീൽസും കൂടി എടുക്കാം. മര്യാദക്ക് പറഞ്ഞ വാക്ക് പാലിച്ചോളണമെന്നും പറഞ്ഞ് കുഞ്ഞപ്പ നിൽക്കുകയാണേ. ഹോംവർക്ക് ചെയ്ത് തീർത്താ ഫോൺ തരാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നേ. അവസാനം ഞാൻ കാല് മാറി കേസ്, ഞാൻ കൊടുത്തില്ല. അതിനവൻ നമ്മുടെ ക്രിസ്മസിന് പുൽക്കൂടില്ലേ അതും പൊളിച്ചോണ്ട് വന്ന് തലയിൽ വെച്ചോണ്ട് നടക്കുകയാണേ. കൊണ്ടുപോയി വെക്കടാന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോയി വെച്ചു. അത് വെച്ചൊരു ചലഞ്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കണേ. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു ഫോട്ടോയും പൊക്കിക്കൊണ്ട് വരുന്നത്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകത്തിൽ അഭിനയിച്ചതിന്റെ ഫോട്ടോയാണ് കേട്ടോ. മാതാ തങ്കമ്മ 2 വർഷം സ്റ്റേറ്റ് വരെ മത്സരിച്ചതാണേ. ഇവൻ ഇത് വിരുന്നുകാർ ആര് വന്നാലും പൊക്കിക്കൊണ്ടുപോയി കാണിച്ച് എന്നെ നാടൻ കെടുത്തും ഗൈസ്. മര്യാദക്ക് ഫോൺ തന്നില്ലെങ്കിൽ മുറിയിൽ ആണിയിൽ തൂക്കിയിടുമെന്ന് പറഞ്ഞിട്ട് അവൻ അത് ആണിയിൽ തൂക്കിയിട്ടു ഗൈസ്. അവസാനം എന്റെ ഫോണും റാഞ്ചിക്കൊണ്ടുപോയേ. മര്യാദക്ക് പറഞ്ഞ വാക്ക് പാലിച്ചോളണമെന്നും പറഞ്ഞ് കുഞ്ഞപ്പ നിൽക്കുകയാണേ. ഹോംവർക്ക് ചെയ്ത് തീർത്താ ഫോൺ തരാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നേ. അവസാനം ഞാൻ കാല് മാറി കേസ്, ഞാൻ കൊടുത്തില്ല. അതിനവൻ നമ്മുടെ ക്രിസ്മസിന് പുൽക്കൂടില്ലേ അതും പൊളിച്ചോണ്ട് വന്ന് തലയിൽ വെച്ചോണ്ട് നടക്കുകയാണേ. കൊണ്ടുപോയി വെക്കടാന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോയി വെച്ചു. അത് വെച്ചൊരു ചലഞ്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കണേ. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു ഫോട്ടോയും പൊക്കിക്കൊണ്ട് വരുന്നത്. പണ്ട് സ്കൂളിൽ നമുക്ക് ചെയ്യാം, ഫേഷ്യൽ ചെയ്യാം. ഞാൻ റീൽസ് ഒക്കെ ചെയ്യാം, അത് കുറച്ചും കൂടി നല്ലതാണ്. ഞാൻ മിണ്ടായിരിക്കാൻ റീൽസ് കാണുന്നത്. വേറെ ഫോണിലല്ല എടുക്കുന്നത്, ടാബിൽ തന്നെയാണ് എടുക്കുന്നത്. ഈ ഒരു കാലിപ്പെട്ടിനെ നമുക്ക് ഉപകാരമുള്ള ഒരു ഡസ്റ്റ്ബിൻ ആക്കി മാറ്റിയാലോ. പട്ടുവിന് വേണ്ടി വാങ്ങിയൊരു മരുന്നായിരുന്നു. മെഡിക്കൽ ഷോപ്പ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ക്രാഫ്റ്റാണ്. ചേച്ചിക്ക് കുറേ ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുത്തിട്ട് മേടിച്ചല്ല, ഇത് കൊടുത്തിട്ടുണ്ട്. വീടെത്തിയപ്പോ തന്നെ തുറന്നു, മരുന്നെടുത്ത് കൊടുത്തു, സാധനം ഞാൻ റൂമിലോട്ട് കൊണ്ടുപോകും. ഇനിയിപ്പോ ഈ ഒരു പെട്ടി വെച്ചപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞിരുന്ന സമയത്താണ് കറക്റ്റ് ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ കണ്ടത്. പിന്നില്ലേ വേറൊരു കാര്യം, നമ്മള് ബാക്ക് ടു സ്കൂൾ ഗിവ് അവേ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ. അതിപ്പോ യൂട്യൂബിലൊക്കെ ആയിട്ട് അത്യാവശ്യം കുറെ കമന്റ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ആൾക്കാരെ സെലക്ട് ചെയ്യാന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, വാങ്ങാൻ ഒട്ടും സാഹചര്യം ഇല്ലാത്ത ആൾക്കാർ മാത്രം കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് എടുത്തു പറയാൻ ഒരു റീസൺ കൂടെ ഉണ്ട്. ഇന്നലെ ഞാനൊരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ആൾ 6ലാ പഠിക്കുന്നത്, 1ാം ക്ലാസ്സിലെ ബാഗാണ് ഇപ്പോഴും കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്കത് കണ്ടിട്ട് ചെറിയൊരു സങ്കടമൊക്കെ തോന്നി. ആളുടെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോ ഞാൻ തന്നെ കണ്ണു തട്ടി. ഉണങ്ങണം, എന്നാലേ വലിച്ചു പറിച്ചു. ഈ ഒരു കാലിപ്പെട്ടിനെ നമുക്ക് ഉപകാരമുള്ള ഒരു ഡസ്റ്റ്ബിൻ ആക്കി മാറ്റിയാലോ. പട്ടുവിന് വേണ്ടി വാങ്ങിയൊരു മരുന്നായിരുന്നു. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വീടെത്തിയപ്പോ തന്നെ തുറന്നു, മരുന്നെടുത്ത് കൊടുത്തു, സാധനം ഞാൻ റൂമിലോട്ട് കൊണ്ടുപോകും. ഇനിയിപ്പോ ഈ ഒരു പെട്ടി വെച്ചപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞിരുന്ന സമയത്താണ് കറക്റ്റ് ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ കണ്ടത്. പിന്നില്ലേ വേറൊരു കാര്യം, നമ്മള് ബാക്ക് ടു സ്കൂൾ ഗിവ് അവേ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ. അതിപ്പോ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ആയിട്ട് അത്യാവശ്യം കുറെ കമന്റ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ആൾക്കാരെ സെലക്ട് ചെയ്യാന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, വാങ്ങാൻ ഒട്ടും സാഹചര്യം ഇല്ലാത്ത ആൾക്കാർ മാത്രം കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് എടുത്തു പറയാൻ ഒരു റീസൺ കൂടെ ഉണ്ട്. ഇന്നലെ ഞാനൊരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ആൾ 6ലാ പഠിക്കുന്നത്, 1ാം ക്ലാസ്സിലെ ബാഗാണ് ഇപ്പോഴും കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്കത് കണ്ടിട്ട് ചെറിയൊരു സങ്കടമൊക്കെ തോന്നി. ആളുടെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോ ഞാൻ തന്നെ കണ്ണു തട്ടി. കൊള്ളത്തില്ല, കുറച്ച് ഉണങ്ങണം. ഉണങ്ങാൻ കുറേ നേരം എടുക്കും, കുഴപ്പമില്ല. നമ്മുടെ ഇനി ഇതുണ്ട്, അപ്പം നമുക്ക് ഇത് നനയ്ക്കാം. നനച്ചിട്ട് ഇവിടെ വെച്ച് അങ്ങോട്ട് നനച്ചു. ഞാൻ കണ്ണ് തന്നെ തള്ളിപ്പോയി. കുറച്ച് അധികം അങ്ങോട്ട് പോകാം. പിന്നെ
ഈ ഒരു കാലിപ്പെട്ടീനെ നമുക്ക് ഉപകാരമുള്ള ഒരു ഡസ്റ്റ്ബിൻ ആക്കി മാറ്റിയാലോ? പട്ടുവിന് വേണ്ടി വാങ്ങിയൊരു മരുന്നായിരുന്നു. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വീടെത്തിയപ്പോ തന്നെ തുറന്നു, മരുന്നെടുത്ത് കൊടുത്തു, സാധനം ഞാൻ റൂമിലോട്ട് കൊണ്ടുവന്നു. ഇനിയിപ്പോ ഈ ഒരു പെട്ടി വെച്ചപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞിരുന്ന സമയത്താണ് കറക്റ്റ് ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ കണ്ടത്. പിന്നില്ലേ വേറൊരു കാര്യം, നമ്മൾ ബാക്ക് ടു സ്കൂൾ ഗിവ് അവേ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ. അതിപ്പോ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ആയിട്ട് അത്യാവശ്യം കുറേ കമന്റ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ആൾക്കാരെ സെലക്ട് ചെയ്യാന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, വാങ്ങാൻ ഒട്ടും സാഹചര്യം ഇല്ലാത്ത ആൾക്കാർ മാത്രം കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് എടുത്തു പറയാൻ ഒരു റീസൺ കൂടെ ഉണ്ട്.